ആദ്യം നമ്മുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള അവസ്ഥകളൊന്ന് പരിശോധിച്ചു നോക്കുക. എനിക്ക് ഉമ്മാനെ പറ്റുമോ ഉപ്പാനെ പറ്റുമോ, അതോ ഉപ്പാനോട് എനിക്ക് അനിഷ്ടമാണോ ഇഷ്ടമാണോ, ഉമ്മാനോട് ഇഷ്ടമാണോ അനിഷ്ടമാണോ? എന്നിട്ട് ചുറ്റുപാടിലൂടെ നോക്കുക, എത്ര പേര് മാതാപിതാക്കളെ, ആ മാതാപിതാക്കൾ ചെറുപ്പകാലത്തിൽ അവരെ വളർത്തിയതുപോലെ അതിന് പകരമായി അവരെ ഇന്ന് വളർത്തുന്നുണ്ടോ, നോക്കുന്നുണ്ടോ? അവർക്ക് രോഗമായാൽ അവരെ ചികിത്സിക്കുന്നുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 10 മക്കളുണ്ടായിട്ടെന്താ കാര്യം? 5 മക്കളുണ്ടായിട്ടെന്താ കാര്യം? അയാളും മകനല്ലേ, ഞാനും മകനല്ലേ, എല്ലാവർക്കും ഉമ്മാനെ നോക്കിക്കൂടെ, ഉപ്പാനെ നോക്കിക്കൂടെ, എന്നെ പോലെ തന്നെയല്ലേ അവരും എന്ന വാദത്തിൽ, തർക്കത്തിൽ മാതാപിതാക്കൾ ഇങ്ങനെ ഊരു ചുറ്റുന്ന ഒരവസ്ഥാവിശേഷം നമുക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആളുകൾക്ക് ഭയാനകമായ അവസ്ഥകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ വരും എന്നുള്ള യാഥാർത്ഥ്യം അത്തരം ആളുകൾ മറക്കാൻ പാടില്ല. കാരണം അവരുടെ മക്കളായ നമ്മൾ മാതാപിതാക്കളോട് പെരുമാറുന്നതിനേക്കാളും ഉപരിയായി നമ്മുടെ മക്കൾ നമ്മുടെ മരണത്തിന് മുമ്പായി നമ്മോട് പെരുമാറും എന്നുള്ള പാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ കടക്കണോ അല്ലെങ്കിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മൾ? ഒരിക്കലുമല്ലല്ലോ. സ്വർഗമുണ്ട്, നരകമുണ്ട്, മഹ്ശറയുണ്ട്, സിറാത്തുണ്ട്, എല്ലാത്തിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകൾ നമ്മൾ ഭദ്രമാക്കി വെക്കേണ്ടവരാണ്. അതിന് കാരണമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ്. ഫഹാഫിൽ അലാ ദാലിക ഇൻ ശിഅത. ആ സ്വർഗത്തിലെ വാതില് വേണം എന്ന് നിനക്കുണ്ടെങ്കിൽ അതിനെ നീ ഭദ്രമാക്കി വെച്ചോ. മാതാപിതാക്കളെ നല്ല നിലക്ക് നോക്കിക്കോ. നിനക്ക് സ്വർഗം വേണ്ട, അതിൽ പ്രവേശനം വേണ്ട എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിലോ ആ മാതാപിതാക്കളെ നീ ഒഴിവാക്കിക്കോ എന്ന് ഗൗരവപരമായി അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ